ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 20, ഇന്ന് ഈദ് അൽ ഫിത്തർ. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈദ് മുബാറക്ക് നേരുകയാണ്. ഇന്ന് മാർച്ച് 20 വെള്ളിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ചന്ദ്രിക വാരാന്ത്യ പതിപ്പിൽ പെരുന്നാൾ സ്പെഷ്യൽ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. പ്രിയങ്കരനായ നമ്മുടെ പ്രിയ ഗായകൻ OM കരുവാരകുണ്ട് മിഥിലാജ് മാമ്പുഴയുമായി നടത്തിയ അഭിമുഖമാണ്. ഞാൻ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. ഇശലൊഴുക്കിൻ്റെ പാൽനിലാവ് എന്ന തലക്കെട്ടിലാണ് പ്രിയപ്പെട്ട ON കരുവാരകുണ്ടും അതുപോലെ തന്നെ മിഥിലാജ് മാമ്പുഴയും തമ്മിൽ നടത്തിയിട്ടുള്ള ആ ഒരു ഇന്നത്തെ ആ ഒരു ചർച്ച. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. OM കരുവാരകുണ്ട് എന്ന ഒറ്റമാളിയേക്കൽ മുത്തുക്കോയത്തങ്ങൾ മാപ്പിളപ്പാട്ടിൻ്റെ തനത് ശൈലി കൊണ്ട് ശ്രദ്ധേയമാണ്. 3 പതിറ്റാണ്ടുകാലം മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം 1000-ലധികം മാപ്പിളപ്പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. 100 കണക്കിന് ഒപ്പനപ്പാട്ടുകളും രചിച്ച അദ്ദേഹം മലപ്പുറം ജില്ലയിലെ മലയോര ഗ്രാമമായ കരുവാരകുണ്ടിലാണ് ജനിച്ചത്. മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ചന്ദ്രിക വാരാന്ത്യ പതിപ്പിനോട് പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവെക്കും. നമുക്ക് ആ ഒരു ചോദ്യോത്തരവേളയിലേക്ക് അവരുടെ ചർച്ചയിലേക്ക് പോകാം. പാട്ടിൻ്റെ തിരക്കുകൾക്കിടയിലും പെരുന്നാൾ എങ്ങനെയാണ് എന്നാണ് അദ്ദേഹത്തോട് ആദ്യമായി ചോദിച്ചത്. ആ ചോദ്യത്തിലുള്ള ഉത്തരം, പ്രിയപ്പെട്ട ON കരുവാരകുണ്ടിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. 2 കൊല്ലമായി പെരുന്നാളിന് നാട്ടിലാണ്. അതിനു മുമ്പ് പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലുമാണ് പെരുന്നാൾ ആഘോഷിച്ചത്. മാപ്പിളപ്പാട്ട് ആൽബങ്ങൾക്ക് വേണ്ടി പലരും പെരുന്നാൾ സമയത്താണ് സമീപിക്കാറുള്ളത്. UAE-യിൽ തുടർച്ചയായി പെരുന്നാളിനോടുകൂടി 1-2 പാട്ടുകളെ പലർക്കും ആവശ്യമുണ്ടാകൂ. എന്നാലും അതിനായി അവർ എന്നെ അവിടേക്ക് കൊണ്ടുപോകും. പിന്നെ അവരുടെ അതിഥിയായിരിക്കും ഞാൻ. UAE-യിലേക്ക് മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രവാസി വ്യാപാര പ്രമുഖർ ഗംഭീരമായി സൽക്കരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. കാണേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം അവരും കൂടെ പോരും. അങ്ങനെ സമീപകാലത്തെ പെരുന്നാളുകൾ പ്രവാസികൾക്കൊപ്പം ചേർന്ന് നിന്നതായി ഓർമ്മ വരുന്നു. ആ പെരുന്നാളുകളിൽ അവരുടെ വികാരവും സ്നേഹവുമെല്ലാം വല്ലാതെ മനസ്സിലാക്കാൻ സാധിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ യൂസുഫ് കരേക്കാടിൻ്റെ നേതൃത്വത്തിൽ മാപ്പിളപ്പാട്ടുകളും ഗ്രന്ഥങ്ങൾ, കവിതകൾ എന്നിവയെ പരിചയപ്പെടുത്തുന്ന അന്താരാഷ്ട്ര മാപ്പിളപ്പാട്ട് അന്താക്ഷരി മത്സരം സംഘടിപ്പിച്ചിരുന്നു. പലപ്പോഴും അതിൻ്റെ വിധികർത്താവായും മാർഗനിർദ്ദേശകനായും പങ്കെടുത്തു. പെരുന്നാൾ സമയങ്ങളിലും അത് നടന്നിരുന്നു. വലിയ ആവേശമായിരുന്നു ആ മത്സരം. അടുത്ത ചോദ്യം, ചെറുപ്പകാലത്തെ പെരുന്നാൾ ഓർമ്മ എന്ന തലക്കെട്ടിൽ. അതിൻ്റെ ഉത്തരം, ഞങ്ങൾ വലിയ കുടുംബമാണ്. കരുവാരകുണ്ടിലെ പുന്നക്കാട് ചുങ്കത്തായിരുന്നു ആദ്യകാലത്ത് താമസം. ചെറുപ്പത്തിൽ വറുതിയുടെ ദിവസങ്ങളായിരുന്നു. എന്നാൽ പെരുന്നാളിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ അല്പം മാംസമുണ്ടാകും. തേങ്ങാച്ചോറും ബീഫും ഒക്കെയായിരിക്കുന്നു അന്നത്തെ ഭക്ഷണം. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് അത് നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ ആയത്. കുട്ടികൾ ഒരുമിച്ചിരുന്ന് മൈലാഞ്ചിയിട്ടും കുടുംബക്കാർ ഒത്തുചേർന്നും പെരുന്നാൾ രാവുകൾ അന്നേ ആവേശഭരിതമായിരുന്നു. കുടുംബത്തിലെ മുതിർന്നവർ നൽകുന്ന പെരുന്നാൾ പൈസയ്ക്ക് ഞങ്ങൾ കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നു. അടുത്ത ചോദ്യം, മാഷിൻ്റെ പെരുന്നാൾ പാട്ടുകളെക്കുറിച്ച്. അതിൻ്റെ ഉത്തരം, പെരുന്നാൾ, നോമ്പ് ഇവയൊക്കെ പ്രമേയമാക്കി നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ചാങ് പാഷയുടെ സംഗീതത്തിൽ പെരുന്നാളിൻ നിറ കണ്ടോ മേലെ മാനത്ത്, അഫ്സൽ പാടിയ സന്തോഷ പുതുപ്പെരുന്നാൾ, കണ്ണൂർ ഷരീഫ് പാടിയ മാനത്തെ ശവ്വാൽ മർഹബ പാട്ടും പാടി, മാസം റമദാൻ വിടചൊല്ലി, പിരിഞ്ഞല്ലോ എന്ന വാനിൽ വിരിഞ്ഞല്ലോ ശവ്വാൽ, ചേലൊത്ത് മേലെ മാനത്ത് ശവ്വാൽ പിറ തെളിഞ്ഞിത
താഴത്ത് മണിമുറ്റത്ത് ഘോഷച്ചിരി പരന്നിത. പാൽച്ചിരി തൂകുമോ ചവ്വാലമ്പിളി പാരിലാകെ ഇൻസും ജിന്നും ദിക്റിൽ തൂമൊഴി. പരിശുദ്ധ തെളിചന്ദ്രൻ ഉദിച്ചുവല്ലോ, പെരുന്നാളിൻ സുദിനം വന്നണഞ്ഞുവല്ലോ തുടങ്ങിയ പാട്ടുകളാണ് ഇപ്പോൾ ഓർമ്മയിലെത്തുന്നത്. മാർക്കോസും ഇശ്രത്ത് സഭയും ചേർന്നു പാടിയ മാസം കണ്ടോ പെരുന്നാളായോ ബാപ്പ, മാസം കണ്ടു മോനെ എന്ന് തുടങ്ങിയ ഗാനവും കൂട്ടത്തിലുണ്ട്. പ്രവാസികൾക്ക് പെരുന്നാൾ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു വട്ടം കൂടി നാട്ടിൽ ഒന്ന് പറന്നെത്താൻ പൂതി, ഒരു വട്ടം കൂടി നാട്ടിൽ ഒന്ന് പറന്നെത്താൻ കൊതിച്ച് നിന്നിതാ. ആ പാട്ടൊക്കെ ബീവിയും മക്കളും ഒന്നിച്ച് പെരുന്നാൾ കൂടുവാൻ കൊതി എന്ന ഗാനവുമായി എഴുതിയവയിൽ പെടുന്നതാണ്. 50 വർഷങ്ങൾക്കിടയിൽ എത്രയോ പെരുന്നാൾ പാട്ടുകൾ എഴുതി. പല പാട്ടിൻ്റെയും രചനയോ ഓഡിയോയോ സൂക്ഷിച്ചു വച്ചിട്ടില്ല. യൂട്യൂബിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പുതിയ കുട്ടികൾ എൻ്റെ പഴയ പാട്ടുകൾ എടുത്ത് പാടുന്നത് കാണാറുണ്ട്. അതേറെ സന്തോഷകരമാണ്. നമുക്ക് ആ പാട്ടിൻ്റെ ഒരു വരി ഒന്നുകൂടി കേട്ടു നോക്കാം. ഒരു വട്ടം കൂടി നാട്ടില് ഒന്ന് പറന്നെത്താൻ കൊതി, ബീവിയും മക്കളും ഒന്നിച്ച് പെരുന്നാള് കൂടുവാൻ കൊതി. ഞാൻ നേരത്തെ പാടിയപ്പോൾ ആ രണ്ടുപേര് ഒരു ഇശല് ലെവലായില്ല, അപ്പോൾ ഒന്ന് ഞാനൊന്ന് പാടി നോക്കിയതാണ്. ഏതായാലും അടുത്ത ചോദ്യം പാട്ടെഴുത്തിലേക്കുള്ള വരവിനെക്കുറിച്ച്. കരുവാരുണ്ടുകാർ മാപ്പിളപ്പാട്ടിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അവരുടെ വിശേഷങ്ങളിൽ ബദർ, ഉഹദ് പടപ്പാട്ടുകളും മുഹിയുദ്ദീൻ മാലയും നഫീസത്ത് മാലയും കപ്പപ്പാട്ടുമെല്ലാം പാടിയിരുന്നു. കുടുംബത്തിൽ പിതാമഹൻ പലപ്പോഴും മാപ്പിളപ്പാട്ടുകൾ പാടാറുണ്ടായിരുന്നു. അങ്ങനെ പാട്ടിനോട് ഒരിഷ്ടം തോന്നിയിരുന്നു. അന്നേ കരുവാരകുണ്ട് ചന്ത പ്രസിദ്ധമായിരുന്നു. കവി പുലിക്കോട്ടിൽ ഹൈദറൊക്കെ കരുവാരകുണ്ട് ചന്തയെക്കുറിച്ച് നന്നായി എഴുതിയിട്ടുണ്ട്. സ്കൂൾ വിട്ടു വന്നാൽ ചന്തയിലേക്ക് ഒരു ഓട്ടമാണ്. അവിടെ മുഹമ്മദ് മുസ്ലിയാർ സബീനപ്പാട്ടുകളും പുസ്തകങ്ങളും എല്ലാം വിറ്റിരുന്നു. വറുതിയുടെ കാലമായതിനാൽ പുസ്തകങ്ങൾ വാങ്ങാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നില്ല. തങ്ങളുട്ടി എന്ന പരിഗണനയും പാട്ടിനോടുള്ള ഇഷ്ടവും കണ്ട് അദ്ദേഹം പുസ്തകങ്ങൾ വായിക്കാൻ എന്നെ അനുവദിച്ചിരുന്നു. അങ്ങനെ ദീർഘനേരം ചന്തയിൽ പാട്ടുപുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. ആദ്യ ഗാനം എഴുതിയത് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്നാണ് ഓർമ്മ. ആ വരികളിൽ എങ്ങനെ ആരു പാട്ടുപാടിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ അതോ മങ്ങാത്ത കിടപ്പുണ്ട്. പരക്കെ ലോകത്തിൽ പരിശുമാറി പരിഷ്കാരങ്ങളേറി പരിതാപമായി കറങ്ങി ലോകം ഭൗതികങ്ങൾ പറയാനുണ്ടൊരുപാട് പകർപ്പ് പാടിയ നാട് എന്നായിരുന്നു ആ വരികൾ. പിന്നീട് പുലിക്കോട്ടിൽ ഹൈദർ ശതാബ്ദിയോടനുബന്ധിച്ച് വണ്ടൂരിൽ നടന്ന അഖില കേരള മാപ്പിളപ്പാട്ട് രചന മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. ആ പരിപാടിയിൽ മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖരെല്ലാം സംബന്ധിച്ചിരുന്നു. CH മുഹമ്മദ് കോയയിൽ നിന്നുമായിരുന്നു സമ്മാനം സ്വീകരിച്ചത്. അതിനുശേഷം നിരന്തരം പലരും പാട്ടെഴുതാൻ സമീപിക്കുകയും അങ്ങനെ പാട്ടുകൾ പിറക്കുകയുമായിരുന്നു. ചെറുപ്പം തൊട്ടേയുള്ള പരന്ന വായനയാണ് അനായാസമായി പാട്ടെഴുതാൻ കാരണമായത്. അടുത്ത ചോദ്യം ഏതെല്ലാം രീതിയിലുള്ള പാട്ടുകളാണ് എഴുതിയിട്ടുള്ളത്? 55 വർഷങ്ങൾക്കിടയിൽ 1000-ലധികം പാട്ടുകൾ എഴുതി. ഞാൻ എഴുതിയ പാട്ടുകളിൽ അധികവും പ്രവാചക പ്രകീർത്തനങ്ങളാണ്. തനത് മാപ്പിളപ്പാട്ടുകളും പ്രണയഗാനങ്ങളും വിരഹഗാനങ്ങളും ഭക്തിഗാനങ്ങളും രാഷ്ട്രീയ ഗാനങ്ങളും അങ്ങനെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ചന്ദ്രികയുടെ ബാലപംക്തിയിൽ തുടർച്ചയായി കഥകൾ എഴുതുമായിരുന്നു. കവിതകളും
പല പ്രസിദ്ധീകരണങ്ങളും എഴുതി. കുട്ടിക്കവിതകളും കഥകളുമെല്ലാം എഴുതിയിരുന്നു. തിരൂരങ്ങാടിയിലെ അബ്ദുറഹ്മാനിക്കയുടെ സൗഹൃദം കാരണം ഒറ്റമാളിയേക്കൽ മുത്തുക്കോയത്തങ്ങൾ എന്ന പേരിൽ ചരിത്ര പുസ്തകങ്ങളും നിരവധി എഴുതി. വെള്ളിയാഴ്ച സ്കൂൾ വിട്ടാൽ കോഴിക്കോട്ടേക്കോ മറ്റോ ബസ് കയറുമായിരുന്നു. 2-3 ദിവസം ചരിത്രങ്ങളോ പാട്ടുകളോ എഴുതി തിങ്കളാഴ്ചയായിരുന്നു പലപ്പോഴും സ്കൂളിലേക്ക് മടങ്ങിയെത്തിയിരുന്നത്. പേനയെടുത്തു തുടങ്ങിയത് മുതൽ വിശ്രമമുണ്ടായിട്ടില്ല. തങ്ങളുടെ മാസ്റ്റർ പീസ് ഏതൊക്കെയാണ്? അതിനുത്തരം ഓരോ കാലത്തും ഹിറ്റായ പാട്ടുകളുണ്ട്. എന്നാലും വേദപൊരുൾ നാദം, ലബ്ബൈക്ക പാടുന്നു തുടങ്ങിയ പാട്ടുകൾ 55 വർഷങ്ങൾക്കിപ്പുറവും ആളുകൾ ഏറ്റുപാടുന്നുണ്ട്. MG ശ്രീകുമാർ പാടിയ അള്ളാഹുവിൻ്റെ ദൂതരായ ത്വാഹ റസൂൽ, കഅബാലയം കാണിക്കണേ അല്ലാഹ്, യാ മുഹമ്മദ് യാ റസൂലേ യാ മുബശ്ശിറേ, ചിത്ര പാടിയ റസൂലേ റസൂലേ, അഷ്റഫുൽ ഖൽഖ് റസൂലേ, മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ, യേശുദാസ് പാടിയ ത്വാഹ റസൂലുള്ളാവേ, കണ്ണൂർ ഷരീഫ് പാടിയ ഞാനുമെൻ നബിയും, രഹന പാടിയ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി, ശ്രീനിവാസൻ പാടിയ അമ്പിയാക്കളിൽ രാജസയ്യിദര്, ഉണ്ണികൃഷ്ണൻ പാടിയ അള്ളാഹുവെ കാരുണ്യം തേടി നിത്യം വണങ്ങുന്നു ഞാനേ, ഉണ്ണിമേനോൻ പാടിയ ഇബ്രാഹിം നബി, ഏക ഇലാഹിൻ തുടങ്ങിയ നിരവധി ഗാനങ്ങൾ ആസ്വാദകർ ഏറ്റെടുത്തു. കോഴിക്കോട് അബൂബക്കറിൻ്റെ സംഗീതത്തിൽ സിന്ധു പ്രേംകുമാർ പാടിയ അന്ത്യദൂതരെ, കാലത്ത മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ എന്ന ഗാനം ഇപ്പോഴും പ്രവാചക പ്രകീർത്തന സദസ്സുകളിൽ ഗായകർ പാടിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയെ, റൂഹിന് പറയാനാകുമോ അസ്രായേൽ എത്തുമ്പോൾ തുടങ്ങിയ ഭക്തിഗാനങ്ങളും ഒരുപാട് ആസ്വാദക ഹൃദയങ്ങളിൽ സ്വീകരിച്ചു. തനത് മാപ്പിളപ്പാട്ടുകളിൽ മുന്തി, ബഹർ, സുഹ്റബത്തുൽ, ചോങ്കുറ്റ, സുരപുരി, കഥ, റാവിമോളി ന്തത് കേൾപ്പിൻ തുടങ്ങിയ നിരവധി ഗാനങ്ങൾ ഇപ്പോഴും മത്സരവേദികളിൽ കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്നു. മാപ്പിള ഗാന രചയിതാക്കൾ ഒരുപാട് മേഖലയിൽ നിന്നുള്ള പാട്ടുകൾ എഴുതി. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാസ്റ്റർ പീസ് ചെയ്യണമെന്ന ആഗ്രഹം. അതാണ് 200 പാട്ടുകൾ ചേർത്ത് പൂർത്തിയാക്കിയ ഇശൽ രാമായണം. മഹാകവി അക്കിത്തം, MT വാസുദേവൻ നായർ തുടങ്ങിയ മഹാരഥന്മാരായ എഴുത്തുകാരുടെ അനുഗ്രഹത്തോടെയാണ് ആ ഉദ്യമത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അടുത്ത ചോദ്യം, പാട്ടെഴുതിയ ഗുരുക്കന്മാരെക്കുറിച്ച്. ആദ്യകാലത്ത് ഗുരുനാഥന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. മാമ്പുഴ പള്ളിയിൽ അമാനത്ത് കോയണ്ണി മുസ്ലിയാരുടെ ദർസിൽ പഠിക്കുമ്പോഴാണ് അന്നസീം മാസികയിൽ എൻ്റെ പാട്ട് അച്ചടിച്ചു വരുന്നത്. ആദ്യമായി പാട്ട് പ്രസിദ്ധീകരിച്ചത് അതിലായിരുന്നു. പിന്നീട് നാട്ടുകാരനും പണ്ഡിതനുമായ KT മുസ്ലിയാർ സുന്നി ടൈംസിൽ എൻ്റെ പാട്ടുകൾ പ്രസിദ്ധീകരിച്ചു. MA റസാക്ക് ആലപ്പുഴ, KK അബ്ദുൽ കരീം, KT മാനു മുസ്ലിയാർ എന്നിവരെയാണ് ഞാൻ ഗുരുതുല്യരായി കാണുന്നത്. അവർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പാട്ടെഴുത്തിൽ പലപ്പോഴും ഉപകരിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, പാട്ടെഴുത്തിൽ ലഭിച്ച സന്തോഷങ്ങൾ. മലയാളത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരുവിധം എല്ലാ ഗായകരും എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതുതന്നെയാണ് വലിയ സന്തോഷം. 20ഓളം പാട്ടുകൾ ദാസേട്ടനും 70ഓളം പാട്ടുകൾ KS ചിത്രയും പാടിയിട്ടുണ്ട്. P ജയചന്ദ്രൻ, മാർക്കോസ്, MG ശ്രീകുമാർ, സുജാത, വിളയിൽ ഫസീല തുടങ്ങി വിജയ് യേശുദാസ്, വിനീത് ശ്രീനിവാസൻ, സിത്താര, ജ്യോത്സന, മഞ്ചരി, ശ്വേതാമോഹൻ ഉൾപ്പെടെ ഗായകർ എൻ്റെ വരികൾ പാടിയിട്ടുണ്ട്. തമിഴ് ഗായകൻ ഉണ്ണികൃഷ്ണൻ, ഉണ്ണിമേനൻ തുടങ്ങിയവരും അവയിൽ ഉൾപ്പെടും. പാട്ടെഴുത്തിലൂടെ ജനലക്ഷ്യങ്ങളുടെ പ്രിയങ്കരനാകാൻ സാധിച്ചതും സന്തോഷം പകരുന്നതാണ്. അടുത്തത്, പുതുതലമുറ എഴുത്തുകാരോട് എന്താണ് പറയാനുള്ളത്? മാപ്പിളപ്പാട്ട് രംഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയങ്ങളെക്കുറിച്ച് ഒരു കാലത്ത് നിരന്തരം ഞാൻ സംസാരിച്ചിരുന്നു.
എന്നാൽ ഇപ്പോൾ അതേക്കുറിച്ച് അങ്ങനെ സംസാരിക്കാറില്ല. സംസാരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മൗനം പാലിക്കുന്നു. എന്നാൽ കഴിവുള്ള കുട്ടികളെ തേടി പാട്ടുകളുമായി പലരും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. മത്സരരംഗത്ത് പ്രശസ്തി ലഭിക്കാൻ ആണെങ്കിലും പാട്ടെഴുത്തിൻ്റെ വില കുറച്ച് കളയുന്ന ഇടപെടലുകൾ നല്ലതല്ലെന്ന അഭിപ്രായമുണ്ട്. നല്ല രചനയുണ്ടെങ്കിൽ സംഗീതജ്ഞരും ഗായകരുമെല്ലാം ഇങ്ങോട്ട് സമീപിക്കുമെന്നതാണ് എൻ്റെ അനുഭവം. മാപ്പിളപ്പാട്ടിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കാൻ രചയിതാക്കൾ ശ്രദ്ധിക്കണം. തനത് മാപ്പിളപ്പാട്ടുകൾ പ്രാസനിയമങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. വായനയും അറിവും ഉള്ളവർക്കേ ഈ രംഗത്ത് നിലനിൽപ്പുണ്ടാവൂ. OM തൻ്റെ കർമ്മദിനതയിലേക്ക് തന്നെ നീങ്ങുന്നു. എഴുത്തുമുറി സജീവമാകുന്നു. ടാബിലേക്ക് വിരലുകൾ അമർത്തുന്നു. കുട്ടികളുടെ ബദർകിസ്സപ്പാട്ട് ഉൾപ്പെടെ എഴുതി പൂർത്തിയാക്കിയതും പകുതിയായി വെച്ചതുമെല്ലാം രചനകൾ പുസ്തകമാക്കണം. പാട്ടുകൾ ശേഖരിച്ച് പുസ്തകമിറക്കണം. അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഓർമ്മകൾ ആത്മകഥയായി എഴുതണം. വിരലുകളിൽ നിന്ന് വരികൾ വിരിയിക്കുന്ന മാന്ത്രികത തുടരുകയാണ്. ആഗ്രഹങ്ങൾ ഇനിയും ബാക്കിയാണ്. ആകാശത്ത് പെരുന്നാളിൻ്റെ ചന്ദ്രിക വീണ്ടും ചിരിതൂകുന്നു. ഷവ്വാലിൻ്റെ സുഗന്ധം വീശുന്നു. പ്രിയപ്പെട്ട ഇശലൊഴുക്കിൻ്റെ പാൽനിലാവ് എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ OM കരുവാരുകൊണ്ടുമായി പ്രിയപ്പെട്ട മിഖ്ദാദ് മാമ്പുഴ നടത്തിയിട്ടുള്ള അഭിമുഖമാണ് നമ്മൾ കേട്ടത്. ഈയൊരു പങ്ക്തി വായിച്ചപ്പോഴാണ് നമ്മൾ കേട്ടുപടിഞ്ഞ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന പഴയകാല ആ പാട്ടുകൾ ഇന്നും കേൾക്കുമ്പോൾ ഏറെ ഇമ്പമോടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, മനസ്സിനെ ഉണർത്തുന്ന പല പാട്ടുകളും പ്രിയപ്പെട്ട OM കരുവാരകുണ്ടിൻ്റെ തൂലികയിലൂടെ ലഭിച്ചിട്ടുള്ള ഗാനങ്ങളാണ്. അതാണ് നമ്മൾക്ക് ഇടയിലൂടെ ഇന്നും 10 അരനൂറ്റാണ്ടുകൾക്കപ്പുറവും ഇന്നും നമ്മളത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആ ഒരു ആത്മനിർവൃതിയിൽ മനസ്സിനെ കുളിരണിയിക്കുന്ന പാട്ടുകൾ ഒക്കെ എഴുതിയത് പ്രിയപ്പെട്ട OM കരുവാരകുണ്ടാണ് എന്നുള്ളത് ഇപ്പോഴാണ് നമ്മളൊക്കെ ഈ ഒരു പങ്ക്തി വായിച്ചപ്പോഴാണ് നമുക്കൊക്കെ അത് മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഏതായാലും പ്രിയ എഴുത്തുകാരൻ OM കരുവാരകുണ്ടിന് അള്ളാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഇനിയും പുതുതലമുറക്ക് അദ്ദേഹത്തിൻ്റെതായി രചിക്കാനും എഴുതാനും പാട്ടുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അദ്ദേഹത്തിന് ഇനിയും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ പങ്ക്തി, ഈ ഒരു ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ പ്രവാസ ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പഴയ പ്രതാപത്തിലേക്ക്, പഴയ സന്തോഷത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനും അവിടെയൊക്കെ കുടുംബങ്ങളുമായി ആഘോഷങ്ങൾ പങ്കുവെക്കാനുമൊക്കെ അവർക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ ഒരു ഇരുണ്ട അന്തരീക്ഷത്തിൽ നിന്ന് നല്ലൊരു അന്തരീക്ഷമാക്കി ഗൾഫ് നാടുകളെ ഒക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.